ഈ ന്യൂസ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 6th റൗണ്ടിനെ കുറിച്ചിട്ടാണ്. ആൻഡ് സ്പെസിഫിക് ആയിട്ട് ഈ ന്യൂസ് പറയുന്നത് ഈ സർവേയിൽ മഹാരാഷ്ട്ര സ്റ്റേറ്റിൽ ഉണ്ടായേക്കുന്ന കുറേ കാര്യങ്ങളാണ്. അവിടെ കൂടിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഒബെസിറ്റി, അതേപോലെ തന്നെ ഡയബറ്റീസ് പോലെയുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഒക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. അതേപോലെ സെക്ഷൻ ഡെലിവറീസ് കൂടിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ മഹാരാഷ്ട്ര സ്റ്റേറ്റിന് സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ള ഈ ഒരു സർവേയുടെ ബേസിലുള്ള കാര്യങ്ങളാണ് ഈ ന്യൂസ് പറയുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് ബ്രോഡായിട്ട് ഇന്ത്യയിൽ ഈ ഒരു സർവേ പറയുന്ന കാര്യങ്ങൾ, ബ്രോഡായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ ആദ്യമേ തന്നെ ഈ ഒരു സർവേ റിലീസ് ചെയ്യുന്നത് നമ്മുടെ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ നോഡൽ ഏജൻസി ആയിട്ട് സെർവ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സയൻസ് ആണ്. ആൻഡ് അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ആൻഡ് ഇതിൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? ഒന്ന് കോർഡിനേഷൻ, രണ്ട് ടെക്നിക്കൽ ഗൈഡൻസ് കൊടുക്കുക ഈ ഒരു സർവേക്ക് വേണ്ടിയിട്ട്, രണ്ടാമത് ഈ സർവേ എക്സിക്യൂഷൻ നടത്തുക. ഓക്കെ. ആൻഡ് ഈ ഒരു സർവേ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ സർവേയിലൂടെ നമുക്ക് നമ്മുടെ കൺട്രിയുടെ പോപ്പുലേഷൻ, അതേപോലെ തന്നെ ഹെൽത്ത്, ഒപ്പം സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് അറിയാനായിട്ട് സാധിക്കും. സോ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അതിൻ്റെ 6th റൗണ്ടാണ്. 2023-24 ആണ് അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഈ പീരീഡിൽ കുറച്ച് പ്രോഗ്രസ്സുകൾ, ഇന്ത്യയിൽ ഓവറോളായിട്ട് നടന്നിരിക്കുന്ന കുറച്ച് പ്രോഗ്രസ്സുകളാണ്. ഒന്ന്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസ്, ഹോസ്പിറ്റലിൽ തന്നെ പോയി ഡെലിവറി നടത്തുന്നത് ഇന്ത്യയിൽ നമ്മുടെ NFHS 5 വെച്ച് നോക്കുമ്പോഴത്തേക്കും NFHS 6 ഒരു വലിയൊരു ഇൻക്രീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മെറ്റേണൽ ഹെൽത്ത്, അതുപോലെ തന്നെ ഇൻഫൻറ്റ് ഹെൽത്ത്, ഇത് രണ്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി കൂടിയിട്ടുണ്ട്. രണ്ടാമത്തേത്, ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ ആൻറ്റിനേറ്റൽ ചെക്കപ്പ്. ഓക്കെ, ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് 3 months കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻറ്റ് ചെക്കപ്പുകളും ഇൻക്രീസ് ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അയേൺ ഫോളിക് ആസിഡ് കൺസപ്ഷൻ എമംഗ് പ്രഗ്നൻറ്റ് വിമൻസ്, അതും ഇൻക്രീസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ആണ്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഇൻക്രീസ് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈവൻ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഇൻക്രീസ് ചെയ്ത റേറ്റ് സെയിം ആണ് കേട്ടോ. ഈ നമ്മുടെ 5th സർവേയും 6th സർവേയും വെച്ച് നോക്കുമ്പോൾ ആ റേറ്റ് ഈക്വലാണ്. അപ്പോൾ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് നമ്മുടെ 5 നോക്കുകയാണെങ്കിലും 2 ആണ്, 6 നോക്കുകയാണെങ്കിലും 2 ആണ്. ഓക്കെ, ഒരു ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ഒരു റീപ്രൊഡക്റ്റീവ് ഏജിലുള്ളൊരു വുമണിന് എത്ര ലൈവ് ബർത്തുകൾ, കുട്ടികളെ ജന്മം നൽകാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് ആക്ച്വലി നമ്മുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. അത് ഈക്വൽ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്, പക്ഷേ ഇൻക്രീസ് ഉണ്ട്. ആ ഇൻക്രീസിങ് റേറ്റ് ഈ 2 സർവേയുടെയും ഈക്വലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ളൊരു പോപ്പുലേഷൻ അറ്റൈൻ ചെയ്തു എന്ന് നമുക്ക് ഈ ഒരു സർവേയിൽ നിന്ന് പറയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ കോൺട്രാസെപ്റ്റീവ് പ്രിവെയിലൻസ് റേറ്റ്, കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുന്ന റേറ്റും 5th വെച്ച് നോക്കുമ്പോൾ 6th റൗണ്ടിൽ ഇൻക്രീസ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. സോ ഇതുവഴി മെറ്റേണിറ്റി ഹെൽത്ത് ഒന്ന് ബാക്ക് ടു ബാക്ക് പ്രഗ്നൻസി കുറയ്ക്കാനും മെറ്റേണിറ്റി ഹെൽത്ത് ഒന്ന് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്, കുട്ടികളിലുള്ള സ്റ്റണ്ടിങ് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. സ്റ്റണ്ടിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏജിനനുസരിച്ച് കുട്ടികൾക്ക് ഹൈറ്റ് ഇല്ലാത്ത അവസ്ഥ, അത് ന്യൂട്രീഷൻസിൻ്റെ കുറവ് കൊണ്ടിട്ടോ മറ്റേതെങ്കിലും ഒരു അണ്ടർലൈങ് ഡിസീസ് പ്രോബ്ലംസ് ഒക്കെ കൊണ്ടിട്ടോ ഉണ്ടാവുന്നതാണ്. അപ്പോൾ സ്റ്റണ്ടിങ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള വേസ്റ്റിംഗ് എന്ന് വെച്ചാൽ കുട്ടികളുടെ ഇടയിൽ അവരുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ഇല്ലാത്ത അവസ്ഥ, അതും ഒരുപാട് ന്യൂട്രീഷൻസിൻ്റെ കുറവ് കൊണ്ടിട്ടും അണ്ടർലൈങ് പ്രോബ്ലംസ് ഒക്കെ കൊണ്ടിട്ട് ഉണ്ടാവുന്നതാണ്. അതും കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആൻഡ് വാക്സിനേഷൻ കൂട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ഇടയിലുള്ള ഇമ്മ്യൂണൈസേഷൻ കൂട്ടാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി വുമൻ്റെ ഇടയിലുള്ള ഒരു ഡിജിറ്റൽ ആക്സസ്, അതിലൂടെ വുമൻ്റെ എംപവർമെൻറ്റ് നമുക്ക് കൂട്ടാൻ പറ്റിയിട്ടുണ്ട്. ഇൻ്റർനെറ്റ് യൂസേജ് കൂട്ടാൻ പറ്റിയിട്ടുണ്ട് വുമൻ്റെ ഇടയിൽ. ഒപ്പം തന്നെ ആക്റ്റീവായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ എണ്ണവും കൂട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന 2 മെയിൻ ചാലഞ്ചസ് അല്ലെങ്കിൽ കൺസേൺസ് എന്ന് പറയുന്നത്, ഒന്ന് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ആ ഒരു പീരീഡ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 6 മാസത്തിനുള്ളിൽ കുട്ടികൾക്കുള്ള ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ആ ഒരു റേറ്റ് കുറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ അഡൾട്ടിൻ്റെ ഇടയിലുള്ള ഒബെസിറ്റി വളരെയധികം കൂടുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളും വളരെയധികം കൺസേൺഡ് ആയിട്ട് ഈ ഒരു സർവേയിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ച കാര്യങ്ങളാണ്. ആൻഡ് റിസ്ക് എന്ന് പറയുന്നത് ഈ ഒബെസിറ്റിയും അതേപോലെ തന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഡയബറ്റിക്സ് പോലെയുള്ള ഡിസീസസിൻ്റെയും ഒരു ഡ്രാസ്റ്റിക് ഇൻക്രീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. താങ്ക് യു.